ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയശ്രീ വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഗ IPS എന്ന നോവലിൻ്റെ തുടർച്ചയാണ്. അധ്യായം 26 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ജയിലിലെ 5-ാം നമ്പർ ബ്ലോക്കിലായിരുന്നു സത്യദാസ്. ഏതാണ്ട് ജയിൽ ജീവിതമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞിരുന്നു അയാളുടെ മനസ്സ്. ഡോക്ടർ, ബ്ലോക്കിൻ്റെ ഡോർ ലോക്ക് എടുത്തുകൊണ്ട് വാർഡൻ ജോർജ് വിളിച്ചു. സഹ തടവുകാരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സത്യദാസ് മുഖം തിരിച്ചു നോക്കി. ഡോക്ടർക്ക് വിസിറ്റേഴ്സ് ഉണ്ട്, ജോർജ് പറഞ്ഞു. സത്യദാസ് എഴുന്നേറ്റ് ജോർജിനെ പിന്തുടർന്നു. വിസിറ്റേഴ്സ് റൂമിൽ വൈഖയും കാർത്തികും, ഒപ്പം അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാരും. സത്യദാസ് അമ്പരന്നുപോയി. എന്താ വക്കീലെ, എന്നെ വീണ്ടും ജാമ്യത്തിലിറക്കണമെന്ന് തോന്നിയോ? അടഞ്ഞ ചിരിയോടെ അയാൾ ചോദിച്ചു. കേസ് തന്നെ ഇല്ലാതായിരിക്കുന്നു ഡോക്ടറെ, ഇനി എന്തിനാണ് ജാമ്യം? രാജീവ് നമ്പ്യാരും ചിരിച്ചു. അച്ഛാ, വൈഗ സത്യദാസിൻ്റെ കൈത്തലം കവർന്നു. മിത്ര വീട്ടിൽ തിരിച്ചു വന്നച്ച, ജീവനോടെ. ഈശ്വര, എൻ്റെ മോള്. സത്യദാസ് നെഞ്ചിൽ കൈവച്ചു. അച്ഛൻ നിരപരാധിയാണെന്നും കോടതിക്ക് ബോധ്യായി, കാർത്തിക് പറഞ്ഞു. സത്യദാസ് നിസ്സംഗതയോടെ കേട്ടുനിന്നു. അവിവാഹിതയായ മകൾ ഗർഭിണിയായാൽ ഏതൊരച്ഛനും ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന് കോടതി സമ്മതിച്ചു. അടി പിഴച്ചെന്ന് കണ്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ മിത്രയ്ക്ക് അച്ഛൻ മരുന്ന് നൽകിയെന്നും അതുകൊണ്ട് കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും കോടതിക്ക് ബോധ്യായി. അച്ഛൻ്റെ പേരിലുള്ള കേസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഓർഡറായിട്ടുണ്ട് ഇപ്പോൾ, വൈഗ പറഞ്ഞു. സത്യദാസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ജാമ്യം എടുത്ത അച്ഛനൊന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ കേസ് തീരാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേനെ. ഇപ്പോഴിതാ എല്ലാം ശുഭകരമായിരിക്കുന്നു. സത്യദാസ് പിശുക്കിയൊന്ന് ചിരിച്ചു. കോടതി വെറുതെ വിട്ടിട്ടും ഡോക്ടർക്കൊരു സന്തോഷമില്ലല്ലോ, രാജീവ് നമ്പ്യാർ പറഞ്ഞു. വക്കീലേ, എനിക്ക് ആ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് 2 മക്കളെയാണ്. ഇപ്പോൾ ജീവനോടെ തിരിച്ചു വന്നത് ഒരാൾ മാത്രം, എൻ്റെ ദയമോള്. സത്യദാസിൻ്റെ കണ്ണുകൾ ഈറനായി. അവളെ കൊന്നവൻ ഇപ്പോഴും ജീവനോടെ പുറത്തുണ്ടല്ലോ, അതോർത്താൽ എനിക്ക് സന്തോഷിക്കാനാവില്ല വക്കീലെ. ദയയുടെ കൊലയാളിയെ ഇതുവരെ കണ്ടെത്താത്തതിൽ അച്ഛന് അമർഷമുണ്ടെന്ന് വൈകിക്ക് മനസ്സിലായി. ദയയുടെ ജീവൻ എടുത്തവൻ ആരായാലും അവൻ്റെ കയ്യിൽ വിലങ്ങിട്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിർത്തും, വൈഗ പറഞ്ഞു. സത്യദാസ് ശബ്ദിച്ചില്ല, സന്തോഷിച്ചതുമില്ല. അയാളെയും കൊണ്ട് വണ്ടിക്കരികിലേക്ക് നീങ്ങുമ്പോൾ വാർഡൻ ജോർജ് വിളിച്ചു. മേഡം. വൈഗ നിന്നു. എന്താടോ? സത്യദാസും കൂട്ടരും വണ്ടിയിലേക്ക് കയറിയായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് ശബ്ദം താഴ്ത്തി ജോർജ് പറഞ്ഞു. മേഡം, ഡോക്ടറെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചോണം. അതെന്താ? ഇളയ മോളുടെ കൊലയാളിയെ കണ്ടുപിടിച്ച് കൊന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഡോക്ടർ ഇപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു. ഓഹോ, അച്ഛൻ്റെ ഉള്ളിലെ ക്ഷോഭം എത്ര വലുതാണെന്ന് വൈഗയ്ക്ക് മനസ്സിലായി. പക്ഷെ വണ്ടിയിലിരിക്കുമ്പോൾ അവൾ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. കളക്ട്രേറ്റിന് മുമ്പിൽ അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ ഇറങ്ങി. കാർത്തിക് പിന്നെ വണ്ടി നിർത്തിയത് അമ്പാടിയുടെ മുറ്റത്ത്. അമ്പാടി, തൻ്റെ വീട്, താൻ ഉണ്ടും ഉറങ്ങിയും ആഹ്ലാദിച്ചും നടന്നിരുന്ന വീട്. എത്ര നാളായി ഇതിനുള്ളിൽ ശുദ്ധമായി ശ്വസിച്ചിട്ട്. സത്യദാസ് ചുറ്റും നോക്കി. അയൽ വീട്ടുകാരെത്തി നോക്കുന്നു. എതിരെയുള്ള വീട്ടിലെ കോൺട്രാക്ടർ സാംകുട്ടിയും ഭാര്യയും വെറുപ്പോടെ മുഖം വെട്ടിച്ചു. അച്ഛൻ വരൂ, കാർത്തിക് അയാളെ ചേർത്ത് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് എത്തിച്ചു. മക്കളെ, കൃഷ്ണൻ നിന്നെ കാത്തു. ഈശ്വരി കണ്ണീര് തൂകിക്കൊണ്ട് മകനെ കെട്ടിപ്പിടിച്ചു. പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുകയായിരുന്നു ദേവിക. ഭർത്താവിനെ മുമ്പിൽ കണ്ട് കണ്ണീരോടെ അവർ കൃഷ്ണനെ തൊഴുതു. അതിനിടെ അവർ തേങ്ങിപ്പോയി. കരയല്ലമ്മേ, അച്ഛനെങ്കിൽ വന്നില്ലേ, ചിരിക്കി, വൈഗ പറഞ്ഞു. കണ്ണീര് തുടച്ച് ദേവിക ചിരിച്ചു. അപ്പോഴാണ് സ്റ്റെയർകേസ് ഇറങ്ങി മിത്ര വന്നത്. ശക്തമായൊരു നടുക്കമായിരുന്നു സത്യദാസിന്. തൻ്റെ മകള്, അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം വലതുകരം വീശി സർവശക്തിയും സമാഹരിച്ച് ഒറ്റ അടിയായിരുന്നു തൻ്റെ പൊന്നുമകൾ വീണു. തനിക്ക് മുമ്പിൽ ഒരു ജഡം പോലെ. താൻ അവളെ ഫ്രീസറിനുള്ളിൽ വെച്ച് ആ നിമിഷം മുതൽ താൻ അനുഭവിച്ച പൊള്ളൽ, നീറ്റൽ, മരണപ്പെടച്ചൽ
അച്ഛാ. മിത്രമല്ല സത്യദാസിൻ്റെ അരികിലേക്ക് വന്നു. പെട്ടെന്ന് അയാളുടെ നാവിൽ ശബ്ദമില്ലാതെയായി. പക്ഷെ മിഴികൾ രണ്ടും പൊട്ടിയൊഴുകി. അയാൾ മകളെ ചേർത്ത് പിടിച്ചു. അയാളുടെ മിഴികളിൽ നിന്നും മടർന്നു വീണ നേർത്തുള്ളികൾ അവളുടെ നെറുകയിൽ വീണു. ആ കണ്ണീർ പാടുകളിൽ അയാൾ അധരം അമർത്തിച്ചു. മിത്രയ്ക്കും കരച്ചിൽ വന്നു. അച്ഛൻ എന്തിനാ കരയുന്നത്? അവൾ ചോദിച്ചു. എൻ്റെ പൊന്നുമോളെ അച്ഛൻ തല്ലിയില്ലേ? അച്ഛൻ അറിഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ നുള്ളി നോച്ചിട്ട് പോലില്ലല്ലോ. എന്നിട്ടും അച്ഛനെ തല്ലാൻ തോന്നും വിധം ഞാൻ കാരണമുണ്ടാക്കി. അത് ഞാൻ മാപ്പ് ചോദിക്കുക അച്ഛ. മിത്ര സത്യദാസിൻ്റെ കാൽക്കലേക്കിരുന്നു. മോളെ. സത്യദാസ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തല്ലിയതിലല്ല മോളെ. മരിച്ചെന്ന് കരുതി കൊലക്കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ അച്ഛൻ നിൻ്റെ ഈ ശരീരം ഫ്രീസറിലെടുത്തു വെച്ചത്. സത്യദാസ് വീണ്ടും വിങ്ങി. ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്കിത് സഹിക്കാൻ വയ്യ അച്ഛ. സത്യദാസിൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടി മിത്ര കരഞ്ഞു. സത്യദാസിൻ്റെ മിഴികൾ വീണ്ടും തുളുമ്പി. ചുറ്റുമുള്ള എല്ലാ മുഖങ്ങളും കണ്ണീരണിഞ്ഞു. സത്യദാസ് മിത്രയും കൊണ്ട് മെല്ലെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് നീങ്ങി. സിൽക്ക് കട്ടൻ്റെ ഞെരിവുകൾ മകച്ചു മാറ്റിയിട്ട് അയാൾ ആ വാതിൽ തുറന്ന് ഉള്ളിൽ കടന്നു. കണ്ടോ ആ ഫ്രീസർ? സത്യദാസ് മകളെ അത് ചൂണ്ടിക്കാട്ടി. മിത്രയും കണ്ടു ആ ഫ്രീസർ. മുമ്പ് ഒരുപാട് തവണ അവളത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും തോന്നുന്നു ഇപ്പോഴത് ആദ്യമായി കാണുകയാണെന്ന്. ഒരാൾക്ക് അതിനുള്ളിൽ കടന്നിരിക്കാമെന്ന് ആദ്യമായി എനിക്ക് തോന്നിയത് അന്നായിരുന്നു മോളെ, സത്യദാസ് പറഞ്ഞു. നിന്റെ ശരീരം തിക്കിക്കൊള്ളിച്ചാണ് ഞാനെന്ന് വെച്ചത്. അന്നത്തെ എൻ്റെ നെഞ്ചിൻ്റെ പിടച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല മോളെ. മിത്രയുടെ ആ ശരീരം ആ രംഗം കണ്ടതുപോലെ ഒന്ന് പിടഞ്ഞു. കാർത്തികിനും തോന്നി ഈ രംഗം നീളുമെന്ന്. സമചിത്തതയോടെ പ്രവർത്തിക്കാൻ വൈകിക്ക് പോലും കഴിയില്ലെന്ന്. അച്ഛാ. അയാൾ മുമ്പോട്ട് നീങ്ങി. ഇനിയുള്ള സംസാരമൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട്. അമ്മേ, പ്ലേറ്റ് വെച്ച് ഊണ് വിളമ്പിക്കോ. കാർത്തിക് തന്നെ സത്യദാസിനെയും മിത്രയും ഡൈനിങ് റൂമിലേക്ക് നയിച്ചു. ദേവിക പ്ലേറ്റ് നിർത്തി. ദേവികയോടൊപ്പം വൈകിയും വിഭവങ്ങൾ വിളമ്പി. എത്ര നാൾ കൂടിയിട്ടാ നിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത്. ഈശ്വരി മകൻ്റെ അടുത്ത് തന്നെ കസേരയിട്ടിരുന്നു. ഉള്ളിത്തീയലും പഴമാങ്ങാ പച്ചടിയൊക്കെ ഒഴിച്ച് ചോറ് വാരി അവർ മകൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. മകനിപ്പോഴും ചെറിയ കുട്ടിയാണെന്നതുപോലെ. സത്യദാസിൻ്റെ മിഴികൾ നനഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷം ഊണുമേശയ്ക്ക് മുമ്പിൽ എല്ലാവരും ഒരുമിച്ചതാണ്. സന്തോഷിക്കേണ്ടതാണ്. പക്ഷെ ആർക്കും ഉണ്ടായില്ല സന്തോഷം. ഒരു നഷ്ടം എല്ലാ നെഞ്ചിലും നീറ്റലായി പടർന്നു. ദയ. ആരും അത് പറഞ്ഞില്ലെങ്കിലും ഉരുളകൾ വായിൽ വെക്കുമ്പോൾ എല്ലാ നാവിലും കണ്ണീരിൻ്റെ ഉപ്പുരസം പുരണ്ടു. ഊണ് കഴിഞ്ഞപ്പോൾ വൈക സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ദയയുടെ മുറിയുടെ മുമ്പിൽ നിൽക്കുന്നു സത്യദാസ്. എന്താച്ചാ നിൽക്കുന്നത്? ആ റൂം പൂട്ടി സീല് വെച്ചിരിക്കല്ലേ. മുറി പൂട്ടി ഉറങ്ങുന്ന ശീലമില്ലായിരുന്നു ദയമോൾക്ക്. ഇടയ്ക്ക് റൂമിൽ കയറി നോക്കാൻ ദേവു മുറി പൂട്ടണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത് ശരിയാണ്, വൈക സമ്മതിച്ചു. പക്ഷെ ആ ശീലം കാരണം അക്രമി നിഷ്പ്രയാസം മുറിയിൽ കയറി അവളുടെ ജീവനെടുത്തു. അത് ശരിയാണ് അച്ഛ, വൈക സമ്മതിച്ചു. പക്ഷെ അവൻ എൻ്റെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് അച്ഛ. ഞാൻ അവനെ കണ്ടെത്തിക്കൊള്ളാം. നീ കണ്ടെത്തിക്കോ. പക്ഷെ ആ കുറ്റത്തിൽ അവൻ്റെ ഭാഗം പാതിയേ ഉള്ളൂ മോളെ. പാതിയോ? അതെ, മറ്റേ പാതി എൻ്റേതാണ്. വീടിൻ്റെ പുറത്തുള്ള വാതിൽ ഞാൻ തുറന്നു വെച്ചതുകൊണ്ടല്ലേ അവൻ ഉള്ളിൽ കയറിയത്. തടയാനോ ഒന്നുറക്കെ നിലവിളിക്കാനും പോലും കഴിയാത്ത വിധം സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ദയമോളെ ഉറക്കിക്കെടുത്തിയത് ഞാനല്ല മോളെ. കൊല ചെയ്തവനേക്കാൾ കൊലയ്ക്ക് വഴിയൊരുക്കി കൊടുത്തവൻ കൂടുതൽ ശിക്ഷ അറിയിക്കുന്നവനെന്നല്ലേ മോളെ നിൻ്റെ നിയമം പറയുന്നത്? ഈ കുറ്റബോധം അച്ഛനെ തളർത്തും, വൈക പറഞ്ഞു. ശേഷിക്കുന്ന ജീവിതത്തിൽ അച്ഛനൊപ്പമും ഈ കുറ്റബോധം എന്നും ഉണ്ടാവും മോളെ, സത്യദാസ് പറഞ്ഞു. ഇക്കാര്യത്തിൽ അച്ഛനൊട്ടും കുറ്റബോധം വേണ്ട അച്ഛൻ. ആ ശബ്ദം വൈകിക്ക് പിന്നാലെ വന്ന കാർത്തികിൻ്റേതായിരുന്നു. ദയ കൊല്ലപ്പെട്ടു എന്നത് സത്യം. പക്ഷെ അവൾ കൊല്ലപ്പെടാൻ വേണ്ടി മനസ്സാ വാചാ കർമ്മണ അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഓ, കാർത്തിക് വാദിച്ചു. അതില്ല എങ്കിൽ ഈ പോലീസിനെ അങ്ങ് മാറ്റിയെടുത്ത്. ഞാൻ പറയുന്നു അച്ഛന് കുറ്റബോധം വേണ്ടാന്ന്. ഓക്കെ, വൈകിയെ തൊട്ട് നേരത്തെ ചിരിയോടെ കാർത്തിക് പറഞ്ഞു. സത്യദാസ് മന്ദഹസിച്ചു. രാത്രി വൈക തൻ്റെ ലാപ്ടോപ്പിൽ കുറേ ഫയലുകൾ നോക്കുകയായിരുന്നു. ഇച്ചേച്ചി എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? മുറിയിലേക്ക് കയറി ചെന്ന് മിത്ര ചോദിച്ചു. ഏതെങ്കിലും കേസാണോ? മോളെ,
ഒരു സ്പെഷ്യൽ കേസ്, വൈഗ പറഞ്ഞു. മിത്ര മുറിയിലേക്ക് വരാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ മിത്രയുടെ മുഖം കാണത്തക്ക വിധം ടേബിളിൽ വൈഗ ഒരു കണ്ണാടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ മിത്രയുടെ നേരെ തിരിച്ചു വെച്ചു. അതിൽ റോസ് ജോയുടെ മുഖം നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന് മിത്രയുടെ മുഖത്ത് നടുക്കുണ്ടായി. വൈഗ കണ്ണാടിയിലൂടെ കണ്ടു. പക്ഷെ ഒന്നും അറിയാത്ത മട്ടിൽ അവൾ ലാഘവത്തോടെ പറഞ്ഞു, ഈ കുട്ടി കൊല്ലപ്പെട്ടു. ആറ്റിൽ നിന്നും ചീഞ്ഞഴുകിയ നിലയിൽ ബോഡി കിട്ടി. ഇതിൻ്റെ അന്വേഷണ ചുമതല എനിക്കാണ്. ഇത് റോസ് ജോയി അല്ലേ? മിത്ര വിരൽ ചൂണ്ടി. അതെ, റോസ് ജോയി തന്നെ. നീ ഇവളെ അറിയോ? മുമ്പ് ചോദിച്ചതാണെങ്കിലും മിത്ര അത് മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി വൈഗ ചോദിച്ചു. അറിയോന്നോ? മിത്രയുടെ മുഖത്ത് അമർഷവും വെറുപ്പും നിറഞ്ഞു. ഇവള് ദ്രോഹിയാ, മഹാദ്രോഹി. അവളെ കൊല്ലട്ടെ. ആര് കൊന്നാലും ഇച്ഛിച്ച് അത് അന്വേഷിക്കണ്ട. മിത്ര കിതച്ചു. കണ്ണാടിയിൽ നിന്നും മിഴികൾ പിൻവലിച്ച് വൈഗ മിത്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഇവള് നിന്നോടെന്ത് ദ്രോഹ ചെയ്തത്? ദ്രോഹിച്ചത് എന്നെയല്ല, ശോഭത്തോടെ മിത്ര പറഞ്ഞു. പിന്നെ? മറവിയുടെ മാറാലം നീക്കി അവളുടെ ഓർമ്മകളിൽ നിന്നും സത്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വൈഗ വീണ്ടും ചോദിച്ചു. റോസ് പിന്നെ ആരെയാ മോളെ ദ്രോഹിച്ചത്? അവളാ മിത്രയുടെ മിഴികൾ നിറഞ്ഞു. എൻ്റെ പാവം സീനയെ. സീന ജെയിംസ് അല്ലേ? വൈഗ എടുത്തു വെച്ചു. അതെ. എങ്ങനെ? വൈഗ മിത്രയുടെ മുഖത്തേക്ക് നോക്കി. അധ്യായം 49. സീന ജെയിംസിനെ ദ്രോഹിച്ചത് റോസ് ജോയിയോ? എങ്ങനെ? ചോദ്യം ആവർത്തിച്ചുകൊണ്ട് വൈഗ എഴുന്നേറ്റു. അവൾ മിത്രയുടെ മുമ്പിൽ വന്നു. എങ്ങനെയാണ് മോളെ അവൾ സീനയെ ദ്രോഹിച്ചത്? അത് ഓർമ്മ തടസ്സപ്പെട്ടതുപോലെ മിത്ര ശക്തിയോടെ തല കുടഞ്ഞു. പറ മോളെ. വൈഗ അവളുടെ തോളിൽ അമർത്തിപ്പിടിച്ചു. റോസ് ജോയി പഠിക്കുന്നത് പാലക്കാട്ടല്ലേ? നെല്ലിയാമ്പതിയിൽ. അതെ, മിത്ര സമ്മതിച്ചു. പക്ഷെ സീന ചെന്നൈയിലല്ലേ? പാലക്കാട്ടുള്ള റോസ് ജോയി ചെന്നൈ പഠിക്കുന്ന സീനയെ ദ്രോഹിക്കുന്നു. അത് നീ അറിയുന്നു. എങ്ങനെയാണിതൊക്കെ? ഞാനുണ്ടായിരുന്ന ചേച്ചി അവിടെ? മിത്ര പതർച്ചയോടെ പറഞ്ഞു. എവിടെ? എവിടെ? മിത്ര സ്വയം ചിരിച്ചു, ഓർത്തെടുക്കാൻ പാടുപെടുന്നതുപോലെ. ഓർമ്മയുടെ കണ്ണി അവളിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ വൈഗ വേഗം ലാപ്ടോപ്പിൽ ഒരു വീഡിയോ ക്ലിപ്പിട്ടു. രാഗം ഫെസ്റ്റിവലിലായിരുന്നു അന്ന്. സീന ജെയിംസ് നൃത്തം ചെയ്ത നൃത്ത പരിപാടിയുടെ ദൃശ്യം. പെട്ടെന്ന് മിത്രയിൽ ഒരു ഞെട്ടലുണ്ടായി. അവളുടെ മിഴികൾ ആ ദൃശ്യത്തിൽ തറഞ്ഞു നിന്നു. മുഖം വരിഞ്ഞു മുറുക്കി. സീന ജെയിംസ് അന്ന് രാഗം ഫെസ്റ്റിവലിന് വന്നിരുന്നു അല്ലേ? വൈഗ ചോദിച്ചു. അതേ ചേച്ചി. പെട്ടെന്ന് ഓർമ്മകളുടെ കണ്ണികൾ വിളക്കിച്ചേർക്കപ്പെട്ടതുപോലെ മിത്ര പറഞ്ഞു. സീന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി. ഫെസ്റ്റിവലിന് വരാൻ ഞാനാണ് അവളെ ക്ഷണിച്ചത്. അവൾ വന്നു, ഭംഗിയായി നൃത്തം ചെയ്ത്. എന്നിട്ട് അവൾ ഗ്രീൻ റൂമിൽ നിൽക്കുമ്പോൾ അവൾക്ക് ജ്യൂസ് കൊടുത്തു. ജ്യൂസ്. പെട്ടെന്ന് ഓർമ്മ വന്നു വൈകിക്ക്. മയക്കുമരുന്ന് ചേർത്ത് ജ്യൂസ് കൊടുത്തു സീന ജെയിംസിനെ മിത്ര ചതിച്ചത്. എന്തിന്? മിത്രയുടെ മുഖം കൂടുതൽ വലിഞ്ഞു പറങ്ങി. അവർ പറഞ്ഞിട്ടാ. ആര്? മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ക്രമേണ അത് അടഞ്ഞു വന്നു. മോളെ പറയേ. അനിയത്തിയുടെ തോളിൽ പിടിച്ചു വലിച്ച് വൈഗ അവളെ ഉണർത്താൻ ശ്രമിച്ചു. ആരാ റോസ് ജോയിക്ക് മയക്കുമരുന്ന് കൊടുത്തത്? പറ മോളെ. പക്ഷെ മിത്രയുടെ കണ്ണുകൾ ശരിക്കും അടഞ്ഞു. വൈഗ അവളെ തൻ്റെ ബെഡിലേക്ക് കിടത്തി. മിത്രയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ SP വിൽസൺ തോമസുമായി വൈഗ ഫോണിലൂടെ ചർച്ച ചെയ്തു. തൽക്കാലം മിത്രയെ ആശുപത്രിയിലേക്ക് മടക്കി വിടണ്ട. അവളുടെ മെമ്മറിയിൽ സ്റ്റോക്ക് മുഴുവൻ നമുക്ക് കിട്ടണം. അതിനുശേഷം മതി ഇനി ട്രീറ്റ്മെൻറ്റ്, SP പറഞ്ഞു. സർ, പക്ഷേ ഡോക്ടേഴ്സ് തന്നെ മെഡിസിനുകളിൽ അവൾക്ക് കൃത്യമായി കൊടുക്കണം. അച്ഛനും അമ്മയും അത് ചെയ്യുന്നുണ്ട് സർ. നമുക്ക് വേണ്ട വിവരങ്ങൾ മിത്രയിൽ നിന്നും എത്രയും വേഗം ചോർത്തിയെടുക്കണം. സർ, തൽക്കാലം അവളെ പോലീസ് കസ്റ്റഡിയിൽ വിടണ്ട. വീട്ടിൽ തൻ്റെ കസ്റ്റഡിയിലിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സർ. അറസ്റ്റിന് തുല്യമാണ് മിത്ര അമ്പാടിയിൽ നിൽക്കുന്നതെന്നാണ് SP സൂചിപ്പിച്ചത്. വീട്ടുതടങ്കൽ. സത്യദാസ് വീട്ടിലെത്തിയിട്ടെങ്ങനെ? സന്തോഷമായോ? SP ചോദിച്ചു. എല്ലാവർക്കും സന്തോഷം. പക്ഷേ അച്ഛന് മാത്രം അതില്ല സർ. അതെന്താ? ദയക്കുട്ടിയുടെ മർഡർ ആ മനസ്സിൽ വല്ലാതെ ഷോക്കുണ്ടാക്കിയിരിക്കുന്നു സർ. അവളെ കൊന്നവനെ കണ്ടെത്തുക, അവനെ കൊല്ലുക, എന്നിട്ട് തൃപ്തിയോടെ ജയിലിലേക്ക് തന്നെ മടങ്ങുക. അതാണ് ലക്ഷ്യം. നല്ല ലക്ഷ്യം. SP ചിരിച്ചു. തനിക്ക് പണിയാകുമല്ലോടോ. എന്ത് സാർ? മിത്രയെ കൊണ്ടുപോയത് ഷാനുവാണെന്ന് ഊഹിച്ച് തൻ്റെ ഫാദർ ചെയ്തതൊക്കെ താൻ മറന്നോ? ഇല്ല സാർ,
എങ്കിൽ താൻ അയാളെ സൂക്ഷിച്ചോ, നല്ല വേണം. സർ, ഫോൺ കട്ടാകുമ്പോൾ വൈകിക്ക് മനസ്സിലായി തനിക്കിനി ഓഫീസിലുള്ളതിനേക്കാൾ ജോലി അമ്പാടിയിലാണ്. മിത്രയെ സൂക്ഷിക്കണം, ഒപ്പം അച്ഛനെ. എന്താടോ റഫീക്ക്? മൊബൈലിലൂടെ സോമു ചോദിച്ചു. അമ്പാടി വീട്ടിൽ നിന്നും 2-3 ഫർലോക്ക് മാറി റോഡരികിൽ ഒരു ബൈക്കിലിരിക്കുകയായിരുന്നു റഫീക്ക്. ഒരു രക്ഷയില്ല സർ, റഫീക്ക് പറഞ്ഞു. എന്താടാ? മിത്ര അമ്പാടിയിൽ തന്നെയുണ്ട്, പക്ഷെ പുറത്തേക്ക് കാണുന്നേയില്ല. എല്ലാവരും അവളെ പൊതിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു, റഫീക്ക് പറഞ്ഞു. ആ IPS ഇപ്പോൾ ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ കൂടെ ഇരിക്കുക. മാത്രമല്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർ സത്യദാസും എപ്പോഴും അവിടെ ഉണ്ട്. ഛേ, അതിലൊക്കെ ഉപരി മറ്റൊന്നുകൂടി ഉണ്ട് സർ. എന്താടോ? മഫ്റ്റിയിലെ 2 പോലീസുകാർ ഷിഫ്റ്റ് വെച്ച് അമ്പാടിക്ക് മീതെ പറക്കുന്നുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. മിത്രയുടെ ജീവന് ആപത്തുണ്ടെന്ന് പോലീസ് മണത്തറിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ സർ, അവർ വിജിലൻ്റാണ്. ഞാൻ മടങ്ങുക. ഒന്നും പറയാതെ രോക്ഷത്തോടെ സോമു ഫോണ് കട്ട് ചെയ്തു. എന്താടാ? വിജീഷ് അടുത്തെത്തി. ആ മിത്രയെ തീർക്കണം. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ആപത്താണ്. ഒന്നുകിൽ പോലീസ് നമ്മളെ അകത്താക്കും, അല്ലെങ്കിൽ സോമുവിൻ്റെ മുഖത്ത് ഭീതി നിറഞ്ഞു. വിജീഷിൻ്റെ അറിയാമല്ലോ, നമ്മളെ ആ പണിയേൽപ്പിച്ച മഹാകാലനെ. നമ്മളെ കുത്തിക്കേറി അവനെ അറബിക്കടലിൽ താഴ്ത്തും, പോലീസിന് പോലും കിട്ടാത്ത വിധം. അറിയാം. വിജീഷിൻ്റെ മുഖം പേടികൊണ്ട് വിളറി. നമുക്കങ്ങനെ മതിയാക്കണ്ടടാ. ജീവിക്കണം, മരിക്കേണ്ടത് അവളാ, മിത്ര, സോമു ദൃഢമായി പറഞ്ഞു. അതെ, IPSകാരിയുടെ ഉള്ളം കയ്യിൽ വെച്ച് തന്നെ അവളെ തീർത്താലേ അതാണ് ഒരു ത്രില്ല്. വിജീഷിന് ആവേശമായി. കോളിംഗ് ബെല്ലടിച്ചിട്ടും അമ്പാടിയുടെ സിറ്റൗട്ടിൽ CI ഗോപകുമാർ കാത്തു നിന്നു. മേരിയാണ് വാതിൽ തുറന്നത്. മാഡത്തിനൊന്ന് കാണണം, ഗോപകുമാർ പറഞ്ഞു. കയറിയിരിക്കും സാറേ, വൈകമോളെ ഞാനിപ്പോൾ വിളിക്കാം. മേരി സ്റ്റെയർകേസിൻ്റെ നേർക്ക് ഓടി. ഗോപകുമാർ അകത്തേക്ക് കയറി ഇരുന്നില്ല. എന്താ ഗോപം വിശേഷം? വൈക ധൃതിയിൽ താഴെ വന്നു. മാഡം, ആ ജഗനെയും അക്ബറിനെയും കോടതിയിൽ ഹാജരാക്കി. 2 റിമാൻഡ് ചെയ്തു, CI പറഞ്ഞു. ഈ ആഭരണങ്ങളുടെ ഫോർമാലിറ്റീസ് തീർത്ത് മാഡത്തിന് വേണ്ടി ഞാനത് റിസീവ് ചെയ്തു. ഇത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. അയാൾ കയ്യിലിരുന്ന പാക്കറ്റ് വൈകിക്ക് നേരെ നീട്ടി. നന്നായി, ഞാനിതിനു വേണ്ടി ഗോപനെ വിളിക്കാനിരിക്കുകയായിരുന്നു. പാക്കറ്റ് വാങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു. ഗോപകുമാറിന് തൃപ്തിയായി. അച്ഛമ്മേ, അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു. ഈശ്വരി കിച്ചണിൽ നിന്നും ഇറങ്ങി വന്നു. ഇതാ അച്ഛമ്മയുടെ 101 പവൻ. തിരികെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വൈകി ചിരിച്ചു. ഈശ്വരി കൈത്തലം പിടിച്ചെടുത്ത് അവൾ ആ പാക്കറ്റ് ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. എൻ്റെ കൃഷ്ണ, പൊതി തുറന്നു നോക്കി അമ്പരന്നുകൊണ്ട് ഈശ്വരി പറഞ്ഞു. ഇത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചല്ല. ഇത് കൊണ്ടുവന്നു തന്ന മോന് ഞാൻ എന്താ തരിക? അവർ ഗോപകുമാറിനെ നോക്കി. ഒന്നും വേണ്ടാമേ, ഗോപകുമാർ പുഞ്ചിരിച്ചു. ഞാൻ ഇറങ്ങിയാണ്. അത് പറ്റില്ല മോനെ, വന്നേ, അമ്മ ഊണ് വിളമ്പാം. ഉച്ചസമയമല്ലേ? ഗോപകുമാർ പുഞ്ചിരിച്ചു. അതിനുള്ള സമയമില്ലമ്മേ, 5 മിനിറ്റിനുള്ളിൽ കളക്ട്രേറ്റിലെത്തണം. SP മീറ്റിംഗ് ഉണ്ട്. വൈകിയെ സല്യൂട്ട് ചെയ്ത് ഗോപൻ ഇറങ്ങി. കഷ്ടം, ആ കൊച്ചൻ ആഹാരം കഴിക്കാണ്ട് പോയല്ലോ, ഈശ്വരി പരിതപിച്ചു. അവർ സ്വർണ്ണ പാക്കറ്റിലേക്ക് കൈയിടുമ്പോഴാണ് മുറ്റത്ത് ഒരു ഇന്നോവ കാർ വന്നു വന്നത്. സാവിത്രിയും ഭർത്താവ് ഗണേഷനും സാജനും സതിയും അതിൽ നിന്നിറങ്ങി. ഒപ്പം അവരെ അമ്പരപ്പിച്ചുകൊണ്ട് മറ്റൊരാളും, ഡോക്ടർ രശ്മി. ഇതെന്താടി, പാകിസ്ഥാൻകാരെല്ലാം കൂടി ഇങ്ങോട്ട്? ഈശ്വരി മക്കളോട് ചോദിച്ചു. ഞങ്ങളെ പാകിസ്ഥാൻകാരാക്കുന്നത് അമ്മയല്ലേ? സാവിത്രി ചൊടിച്ചു. ഇപ്പോൾ ഞാനായ കുറ്റക്കാരി. അച്ഛമ്മ മിണ്ടാതെ. വൈക ഈശ്വരിയുടെ തോളത്ത് പിടിച്ച് മെല്ലെ പറഞ്ഞു. മേരി, വിരുന്നുകാരുണ്ട്, അരി ഇത്തിരി കൂടി അടുപ്പത്തിട്ടോ. ഈശ്വരി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആരാ വിരുന്നുകാർ? ദേവിക ഓടിയെത്തി. ഹാളിലേക്ക് കയറി വന്ന അവരെ കണ്ട് അവർ നിന്നു. എൻ്റെ ഈശ്വര, എല്ലാവരും ഉണ്ടല്ലോ, നന്നായി. എല്ലാവരും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ വിളിക്കാനിരിക്കുമായിരുന്നു ഞാൻ. ദേവികയ്ക്ക് സന്തോഷം വന്നത് ഞങ്ങൾ അറിഞ്ഞു ദേവികടത്തി, ഗണേശൻ പറഞ്ഞു. അതുകൊണ്ടാണ് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു വിശേഷമുണ്ട്, സാവിത്രി പറഞ്ഞു. അതെന്താ? സാജൻ്റെ വിവാഹം തീരുമാനമായി. ഉവ്വോ. ദേവികയും ഈശ്വരിയും സാജനെ നോക്കി. എവിടുന്നാ? ഏതാ പെൺകുട്ടി? വൈകിയോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഡോക്ടർ രശ്മി. അവളെ ചൂണ്ടി സതി പറഞ്ഞു. ദാ അതാണ് സാജൻ്റെ പെണ്ണ്. ഉവ്വോ. വൈക രശ്മിയെ നോക്കി അമ്പരപ്പോടെ ചോദിച്ചു. അതെ. വൈകിയുടെ ശത്രുക്കളെ രണ്ടും ഒന്നാകാൻ തീരുമാനിച്ചു. ഹൃദ്യമായ ചിരിയോടെ രശ്മി പറഞ്ഞു.
വൈകയും തെല്ലുറക്കെ ചിരിച്ചുപോയി. അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്നും മിത്ര അങ്ങോട്ട് വന്നത്. മിത്രമോളെ, സാവിത്രി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഈശ്വര, ചത്തുപോയെന്നെല്ലാവരും പറഞ്ഞിട്ട് ഇതേ ഇപ്പം ജീവനോടെ നിൽക്കുന്നു, സതി പറഞ്ഞു. ഈശ്വരൻ്റെ ഓരോ മായാവിലാസങ്ങൾ. സതി ആൻറ്റി എന്തായി പറയുന്നത്? മിത്ര അമ്പരന്നു. ഞാൻ ചത്തുപോയെന്നോ? സതി ആൻറ്റി സ്വപ്നം കണ്ടോ അങ്ങനെ? മിത്ര ചോദിച്ചു. സതി ആൻറ്റി ഒരു തമാശ പറഞ്ഞതാ മോളെ, മിത്രയെ തലോടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. സതിയെ കണ്ണടച്ച് കാട്ടി എന്നിട്ട് വൈക്കിയോട് മാത്രമായി പറഞ്ഞു. മെമ്മറി ബ്രേക്കുള്ള പേഷ്യൻറ്റിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടിയെന്നാൽ വിളിക്കാൻ മടിക്കരുത്. ഷുവർ, ഞാൻ വിളിക്കാം, വൈക സമ്മതിച്ചു. അമ്മാനെവിടെ? കണ്ടിട്ടില്ലല്ലോ, സാജൻ പറഞ്ഞു. സത്യേട്ടൻ മുകളിലേക്ക് പോകുന്നത് കണ്ടു. താഴേക്ക് വന്നില്ലല്ലോ മോളെ. ദേവിക സ്റ്റെയർ കേസിന് നേർക്ക് നോക്കി. ഞാൻ നോക്കിയിട്ട് വരാമേ. വൈക മുകളിലേക്ക് ചെന്നു. പോലീസ് സീൽ ചെയ്തിരുന്ന ദയയുടെ റൂം തുറന്നു കിടന്നിരിക്കുന്നു. ദയയുടെ ബെഡിൽ കയറി ചമ്രം പടിഞ്ഞിരിക്കുന്ന സത്യദാസ്. അച്ഛൻ എന്തായി ചെയ്തത്? വൈക അകത്തേക്ക് കയറി ചെന്നു. ദയയുടെ ചെറുപ്പം മുതലുള്ള ഒരുപാട് ഫോട്ടോകളടങ്ങിയ ഒരു ആൽബം സത്യദാസ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുകയായിരുന്ന അയാളെ നോക്കി വൈക അലിവോടെ ചോദിച്ചു. എന്താ അച്ഛാ അത്? എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുന്നത്? ഞാൻ കാരണം മൃഗീയമായി പിച്ച ചീന്തപ്പെട്ട എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇത്തിരി കരയട്ടെ മോളൂ. പറയുമ്പോൾ അയാളുടെ സ്വരം പതറി, മിഴികൾ നിറഞ്ഞു തൂക്കി. വൈക കണ്ണുനീര് തുടച്ചുകൊണ്ട് സാവകാശം പറഞ്ഞു. അച്ഛൻ ഇനി അതോർത്ത് കരയണ്ട. ദയയുടെ ആയുസ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കരുതിയാൽ മതി. സത്യദാസ് സ്വയം കണ്ണുനീര് തുടച്ചു. അച്ഛൻ പുറത്തേക്ക് വാ, സാവിത്രി ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ട്. സാജേട്ടനും ഡോക്ടർ രശ്മിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് പറയാൻ വന്നതാ, എല്ലാവരും ഉണ്ട്. സത്യദാസ് എഴുന്നേറ്റ് വൈകിക്കൊപ്പം താഴേക്ക് ചെന്നു. ഏട്ടൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞല്ലോ, അത് മതി ഏട്ടാ. സാവിത്രി സത്യദാസിൻ്റെ മുമ്പിൽ നിന്നും കണ്ണീരൊപ്പി. ഏട്ടന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു, സതി പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു. സത്യദാസ് ചെറുതായി ചിരിച്ചു. സത്യേട്ടൻ എന്നു മുതലാണ് നിയമ ഓഫീസിൽ പോയി തുടങ്ങുന്നത്? ഗണേശൻ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല, സത്യദാസ് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. ഇവൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്, ഈശ്വരി പറഞ്ഞു. അമ്മാവൻ കഴിഞ്ഞതൊക്കെ മറക്കണം. സാജൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. മറക്കാം, സത്യദാസ് പറഞ്ഞു. ഡോക്ടറുടെ നെഞ്ചിൽ പകയുണ്ട് വൈക, രശ്മി വൈകയുടെ കാതിൽ പറഞ്ഞു. എനിക്കറിയാൻ രശ്മി, വൈക അറിയിച്ചു. സാവിത്രിയും കൂട്ടരും യാത്ര പറയുമ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ തിരിച്ചു കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഈശ്വരി സതിക്ക് നൽകി. നീ തന്നെ ഇത് കൊണ്ടുപോയിക്കോ, കൊണ്ടുവന്ന് ദിവാകരനെ രക്ഷിക്കും. സതിക്ക് സന്തോഷമായി. സന്തോഷത്തോടെ അവർ യാത്ര പറഞ്ഞു. വൈകുന്നേരം വൈക മിത്രയുടെ റൂമിലേക്ക് ചെന്നു. മിത്രയപ്പോൾ എന്തോ തിരയുകയായിരുന്നു. നീ എന്താ മോളെ നോക്കുന്നത്? എൻ്റെ മൊബൈലും ലാപ്ടോപ്പും ഒന്നും ഇവിടെ കാണുന്നില്ലേ ചേച്ചി? അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് മോളെ. എങ്കിലിങ്ങ് താ, വരൂ, എൻ്റെ റൂമിലാണ്. മിത്ര വൈഖയോടൊപ്പം അവളുടെ റൂമിലേക്ക് ചെന്നു. വൈക മിത്രയുടെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് ക്രിസ്റ്റോ റോയ് കൈലാത്ത്. മിത്ര ശക്തമായൊരു നടുക്കത്തോടെ ആ ചിത്രത്തിലേക്ക് തുറച്ചു നോക്കി. നീ അറിയോ മോളെ ഇവനെ? അറിയും. ആരാണിവൻ? ഇവനാ വൈകച്ചി അന്ന് സീനയെ പിച്ചിക്കീറിയത്. അധ്യായം 50. സീന ജെയിംസിനും നിനക്കും ക്രിസ്റ്റോ റോയ്ക്കുമായി എന്താ ബന്ധം? വൈകിയുടെ സ്വരത്തിൽ പെട്ടെന്ന് ഗൗരവം വന്നു. അതുകണ്ട് മിത്രയുടെ മുഖത്ത് ഭീതി വളർന്നപ്പോൾ വൈക അടവ് മാറ്റി. അവൾ മിത്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ, സീന നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നില്ലേ? നിൻ്റെ അടുത്ത് വെച്ചല്ലേ അവൾക്ക് ആപത്തുണ്ടായത്? ആ, മിത്ര ഏങ്ങി. അപ്പോൾ അക്രമികളെ പിടിക്കേണ്ടത് നിൻ്റെ കൂടി ചുമതലയല്ലേ? എൻ്റെ മോളിനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഈ ചേച്ചിയോട് തുറന്നു പറയണം. എനിക്ക് പേടിയല്ലേ ചേച്ചി, ഞാൻ പറയാം. മിത്ര മെല്ലെ മനസ്സിനെ പാകപ്പെടുത്തി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈക ചോദിച്ചു. നീ എങ്ങനെയാണ് റോസ്റ്റോയിയെ പരിചയപ്പെട്ടത്? മിത്ര ഒന്നുകൂടി തേങ്ങി. എന്നിട്ട് പറഞ്ഞു, അവൾ എന്നെ ഇങ്ങോട്ട് പരിചയപ്പെടുകയായിരുന്നു. എങ്ങനെ? ഒരു ദിവസം ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അവൾ കൊച്ചിയിൽ നിന്നും ട്രെയിൻ കയറി. എൻ്റെ അടുത്താണ് സീറ്റ് കിട്ടിയത്. എവിടെയാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ച് ആദ്യം അവൾ എന്നെ പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ ദയക്കുട്ടിയെ പോലെ കിളികളെ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായി.
അതുകൊണ്ട് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്തു. അതിനുശേഷം ഇടയ്ക്കൊക്കെ വിളിച്ച് അവൾ കുശലം അന്വേഷിക്കും. അടുത്ത അവധിക്ക് ശേഷം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു വീക്കെൻഡിൽ ഞാൻ വീട്ടിലേക്ക് പോന്നപ്പോൾ പാലക്കാട്ട് നിന്നും കൊച്ചി വരെ അവളുണ്ടായിരുന്നു. അവളുടെ സംസാരവും ചിരിയും മൂലം സമയം പോയതേ അറിയില്ല. അതിനിടയിലാണ് ഞാൻ രാഗം ഫെസ്റ്റിവലിനെ കുറിച്ച് അവളോട് പറഞ്ഞത്. ചെന്നൈയിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സീന ഫെസ്റ്റിന് വരുന്നുണ്ടെന്നും പറഞ്ഞു. അതൊരു അത്യാപത്താകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി. മിത്രയുടെ കണ്ണുകൾ തുളുമ്പി. ആ റോസ് ക്രിസ്റ്റോറോയുടെ ആളായിരുന്നു. വൈഗ ഗൗരവപൂർവ്വം തലയാട്ടി. മിത്ര തുടർന്നു. ക്രിസ്റ്റോയുടെ ഫാദർ റോയ് ചാക്കോ കൈലാത്തിന് കാക്കനായിട്ട് കുറേ റബ്ബർ തോട്ടമുണ്ട്. അത് നോക്കുന്ന ഒരു ജോണിൻ്റെ കൊച്ചുമകളാണ് റോസ് ജോയ്. റോയിയുടെ കൂടെ റബ്ബർ തോട്ടത്തിൽ വരാറുള്ള ക്രിസ്റ്റോ അവളുമായിട്ട് പരിചയപ്പെട്ടു. ആരെ ആകർഷിക്കുന്ന അവൾ അവൻ്റെ വലയിൽ വീണു കൊടുത്തു. എന്നിട്ട് വൈഗ ചോദിച്ചു. അവൻ്റെ വലയിൽ വീഴുന്ന ഒരു പെണ്ണിനും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അഴിക്കും തോറും കെട്ടുപിടിയുന്ന കുരുക്കാണത്, മിത്ര പറഞ്ഞു. പെണ്ണിനു വേണ്ടി എത്ര ലക്ഷവും അവൻ വാരി വിതറും. അവൻ്റെ എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്ന അപകടകാരികളായ 2 ക്രിമിനലുണ്ട്, സോമുവും ബിജീഷും. അപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞിട്ടാണ് റോസ് ട്രെയിനിൽ കയറിയതും നിന്നെ പരിചയപ്പെട്ടതും അല്ല ചേച്ചി? ഞാനും റോസും തമ്മിലുള്ള പരിചയം യാദൃശികം. എന്നാൽ ക്രിസ്റ്റോയ്ക്ക് വേണ്ടി സീന ജെയിംസിനെ കുരുക്കാൻ റോസ് പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. അതറിയാതെ രാഗം ഫെസ്റ്റിവലിന് സീന വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയത്. അക്കാര്യം റോസ് കൃത്യമായി ക്രിസ്റ്റോയെ അറിയിച്ചു. മിത്ര തുടർന്നു. ഫേസ്ബുക്കിൽ കണ്ടു മോഹിച്ച സീനയ്ക്ക് വേണ്ടി റോസ് ജോയിയെ ഇരയാക്കിയാണ് ക്രിസ്റ്റോ വല വിരിച്ചത്. ആദ്യം റോസിനെ സീനയുടെ ഫ്രണ്ടാക്കി. പിന്നെ പല കള്ളം പറഞ്ഞ് സീനയ്ക്കൊപ്പം അവളെ ചെന്നൈക്ക് യാത്ര അയച്ചു. അടവുകൾ മാറി മാറി പ്രയോഗിച്ചു. പക്ഷെ സീന ഒന്നിലും വീണില്ല. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ അവളെ അകറ്റി നിർത്തിയില്ല? വൈഗ ശ്വാസിച്ചു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ചേച്ചി. ക്രിസ്റ്റോ റോസിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പോഴാണ് അവളിവിടെ വന്ന് എല്ലാം പറഞ്ഞത്. മിത്ര ഒന്ന് കിതച്ചു. പിന്നെ തുടർന്നു. ഇനി അവൻ്റെ ലക്ഷ്യം ഞാനാണെന്ന് അവളന്ന് പറഞ്ഞു ചേച്ചി. നീയോ? വൈഗ നെറ്റി വിളിച്ചു. ഞാൻ തന്നെ. മിത്രയുടെ ഓർമ്മകൾ മുറുകുകയാണെന്ന് വൈകിക്ക് തോന്നി. പെട്ടെന്ന് അവൾ സീനയുടെ നൃത്തരംഗം ലാപ്ടോപ്പിൽ പ്ലേ ചെയ്തു. മിത്ര അതിൽ കണ്ണും നട്ടിയിരുന്നു. ഇത് രാഗം ഫെസ്റ്റിവലിലെ സീനയുടെ പെർഫോമൻസ് അല്ലേ ചേച്ചി? ഏതോ ഒരു നിമിഷം അവൾ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു. അന്ന് അവൾക്ക് ഫസ്റ്റ് പ്രൈസും ഗ്രേഡും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3-ാം ദിവസമായിരുന്നു കുച്ചിപ്പുടി. അതിൽ പങ്കെടുക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു അവൾക്ക്. അതിനിടയിലാണ് തീ ബോംബായി റോസ് ജോയ് എത്തുന്നത്. മിത്ര പറയുന്നത് വൈകി ശ്രദ്ധയോടെ കേട്ടിരുന്നു. മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയായിരുന്നു. സാമർത്ഥ്യക്കാരിയായ റോസ് ഫ്രണ്ട്ഷിപ്പ് മുതലാക്കി എന്നോടൊപ്പം കൂടി. എന്നെ സഹായിക്കാനെന്ന മട്ടിൽ ഒരു ട്രേയിൽ ജ്യൂസുമായിട്ട് അവൾ ഗ്രീൻ റൂമിലേക്ക് പോയി. അതോടെ കരണ്ടും പോയി. ക്രിസ്റ്റോയുടെ ആൾക്കാർ ഫ്യൂസ് ഊരിയല്ലേ? അതെ ചേച്ചി. ഉടനെ ജനറേറ്റർ ഓണാക്കി. പക്ഷെ വെളിച്ചം വന്നപ്പോൾ റോസ് അവിടെ ഇല്ലായിരുന്നു. ഗ്രീൻ റൂമിലുണ്ടായിരുന്ന സീനയെയും കണ്ടില്ല. ഇരുവരുടെയും മൊബൈലിൽ ഞാൻ മാറി മാറി വിളിച്ചു. റോസിൻ്റേത് ഓഫായിരുന്നു. സീനയുടേത് ബെല്ലടിച്ചെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല. മിത്ര തുടർന്നു. 2 റൂമിലേക്ക് പോയി കാണുമെന്ന് ഞാൻ കരുതി. രാത്രി ഏറെയായപ്പോൾ ഞാനും ഹോസ്റ്റലിൽ കിടന്ന് ഒന്ന് മയങ്ങി. പുലർച്ചയ്ക്ക് മുമ്പേ ഉണർന്ന് സീനയുടെ റൂമിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവളെ രാത്രി റൂമിലെത്തിയിട്ടില്ലെന്ന്. എനിക്ക് പരിഭ്രമം തോന്നി. ഞാൻ വേഗം ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഇടതുഭാഗത്തുള്ളൊരു കാട് പിടിച്ച ഭാഗത്ത് ചെടികളിൽ കുരുങ്ങിയിട്ടൊരു ഷാള്. സീനയുടെ കഴുത്തിന് ചുറ്റിയിട്ടിരുന്ന വെൽവെറ്റ് ഷാളായിരുന്നു അത്. ഞാനതെടുത്തിട്ട് ഭീതിയോടെ അവളുടെ നമ്പറിൽ വീണ്ടും വിളിച്ചു. കുറ്റിക്കാടിനുള്ളിൽ അവളുടെ മൊബൈൽ റിംഗ് ടോൺ കേട്ടു. നോക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ തിളങ്ങുന്നു. ഓടിച്ചെന്ന് ഞാനതെടുത്തു. തലേന്ന് മുതൽ ഞാൻ വിളിച്ച മുഴുവൻ കോളുകളും അതിൽ മിസ്ഡായി കിടക്കുന്നുണ്ടായിരുന്നു. സീനയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ചുറ്റും നോക്കി എനിക്ക് കുറ്റിക്കാടിൽ കിടന്ന മറ്റൊരു മൊബൈൽ കൂടി കിട്ടി. അത് റോസിൻ്റേതായിരുന്നു. പരിഭ്രാന്തി പുറത്തു കാട്ടാതെ ഞാൻ കോളേജും ഹോസ്റ്റലും ഓഡിറ്റോറിയമൊക്കെ അരിച്ചു പെറുക്കി. 2 എങ്ങും കണ്ടില്ല. ഞാൻ റോസിൻ്റെ ഹോസ്റ്റലിലേക്കും വിളിച്ചു. ഒന്നും അറിയാത്ത പാട്ടിൽ പറഞ്ഞു റോസ് ജോയി ഒന്ന് കിട്ടണമെന്ന്. ആ കുട്ടി വെളുപ്പിനാ വന്നത്, ഉറങ്ങായിരിക്കും, അല്പം കഴിഞ്ഞ് വിളിക്കുമെന്ന് വാർഡൻ പറഞ്ഞു. പിന്നെ ഞാൻ സീനയുടെ വീട്ടിലേക്ക് വിളിച്ചു. അവളുടെ മമ്മി ഷേർലി ആൻറ്റിയാണ് ഫോൺ എടുത്തത്. അവൾ ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത്യാവശ്യം ആൻറ്റി
അവൾക്കിന്ന് പ്രോഗ്രാമുള്ളതാണ്, ഒന്ന് ഫോൺ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് കോള് കട്ടായി. പിന്നെ എത്ര വിളിച്ചിട്ടും എൻഗേജ്ഡ് ടൂണ്. ചെന്നൈയിൽ നിന്നും വന്ന സ്റ്റുഡൻസും ടീച്ചേഴ്സും അന്വേഷിച്ചപ്പോൾ സീന വീട്ടിലേക്ക് പോയെന്ന് എനിക്ക് പറയേണ്ടി വന്നു. എത്രയും വേഗം തിരിച്ചു വന്ന് അവൾ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ടീച്ചർമാർ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷേ അവൾ അസുഖമായി ഹോസ്പിറ്റലിലാണെന്ന് മറുപടി കിട്ടിയത്. ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ മൊബൈൽ കൊടുക്കാൻ റോസിൻ്റെ ഹോസ്റ്റലിലേക്ക് ഞാൻ പലവട്ടം വിളിച്ചു. പക്ഷേ റോസ് അറ്റൻഡ് ചെയ്യുകയോ എന്തെങ്കിലും പറയുകയോ ഉണ്ടായില്ല. സംശയം തോന്നിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. ഇരുട്ടിൻ്റെ ഒരു പടലം, അതിൽ പുരുഷന്മാരുടെ ശബ്ദം, രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണിൻ്റെ പിടച്ചിൽ, ടോർച്ചിൻ്റെ വെട്ടം, ഇടയ്ക്കിടെ ഇരുട്ടിനെ കീറി മുറിക്കുമ്പോൾ മാനത്തിനു വേണ്ടി പോരാടുന്ന ഒരു പെണ്ണിൻ്റെ അവ്യക്തമായ മുഖം. എൻ്റെ നെഞ്ചിൽ ഒരു പ്രകമ്പനമുണ്ടായി. അത് സീനയല്ലേ? ഞാൻ ആ വീഡിയോ ക്ലിപ്പിൻ്റെ വിശദാംശങ്ങൾ നോക്കി. ഫെസ്റ്റിവലിനിടയിൽ റോസിനെയും സീനയും കാണാതായ അതേ ഡേറ്റ്, അന്ന് കറണ്ട് പോയ ശേഷമുള്ള അതേ സമയം. പിറ്റേന്ന് തന്നെ ഞാൻ സീനയുടെ വീട്ടിൽ പോയി. എന്നെ കണ്ടതും സീനയും ഷേർലി ആൻറ്റിയും വാതിൽ കൊട്ടിയടച്ചു. ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് സീനയ്ക്ക് കൊടുത്തത് ഞാനാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ വാതിൽ പോലും തുറന്നില്ല. മിത്ര കണ്ണീരൊപ്പി. അതെ, മരിക്കുമ്പോഴും സീനയുടെയും കുടുംബത്തിൻ്റെയും ധാരണ നീയാണ് അവളെ ചതിച്ചതെന്നായിരുന്നു മോളെ. ഓർമ്മയുടെ ചെപ്പ് മലർക്കെ തുറന്ന് എല്ലാം കുടഞ്ഞിടുന്ന അനുജത്തിയോട് വൈക പറഞ്ഞു. ചതിച്ചത് ഞാനല്ലെന്ന് അവരോട് തുറന്നു പറയാൻ ഒരാൾക്കേ കഴിയൂ ചേച്ചി. റോസിന് മിത്ര പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഏതാണ്ട് ഇനി 1-2 അധ്യായങ്ങൾ കൂടിയേ ബാക്കിയുണ്ടാവുള്ളൂ. ഏകദേശം ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ. ബൈ.